നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താടാ, കരുതലാണോ? ഇല്ലപ്പാ, ഇന്ന് പൗർണമിയാ. ജീവിതത്തിൽ നിലാവുദിച്ച ദിവസം. അവൾ എന്നോട് മനസ്സ് തുറന്ന ദിവസം. പിന്നെന്തിനാ ഈ കറുപ്പെടുത്തിരിക്കുന്നത്? രാത്രിയിൽ വല്ല കേസ് നോട്ടോട്ട് വെച്ചിട്ടുണ്ടോ? അതിന് ഇറങ്ങിയതാണോ? കുറുക്കന്റെ കണ്ണെപ്പോഴും കോഴിക്കൂട്ടിലാണെന്ന് പറയുന്നത് പോലെയാ ഈ അപ്പന്റെ കാര്യം. അപ്പാ, കക്കാൻ ഇറങ്ങുന്നതിനെ കുറിച്ച് മാത്രമേ അപ്പന് ചിന്തയുള്ളൂ. അതൊക്കെ അല്ലേ മോനെ ഈ അപ്പന്റെ ഒരു ആശ്വാസം. നീ എന്തെങ്കിലും കൂട്ടുവന്നിട്ട് ഇവിടെ ഒന്നും നടത്താനൊന്നുമില്ല. പക്ഷേ നീ ഒരു കോളപ്പിച്ച് വരുന്നത് കാണുമ്പോ അപ്പന്റെ മനസ്സ് നിറയും. അതുകൊണ്ട് ചോദിച്ചാടാ. അപ്പാ, അപ്പന്റെ ആ മോഹങ്ങൾക്കൊന്നും ഇനി ഒരിടവും ഇല്ല. അവളെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കള്ളൻ എന്ന പേര് കേൾപ്പിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് നല്ലൊരു മാതൃകാ കാമുകനാവണം. പക്ഷേ അതിനു മുമ്പ് തീർക്കാനുള്ള ചില കണക്കുകളുണ്ട്. ഒരു കണക്കിന് ഇപ്പൊ പോകുന്നത് മോഷണത്തിന് തന്നെയാ. അത് പക്ഷെ പൊന്നും പണമൊന്നുമല്ല. ചില തൊണ്ടി മുതലുകൾ അത് മോഷ്ടിക്കണം. അതിനാണ് ഈ പോക്ക്. ഇടമണ്ട, മോഷ്ടിക്കുന്ന ഏത് മുതലും തൊണ്ടിയാ. എപ്പോഴാണെന്നറിയോ? എപ്പോഴാപ്പാ? അത് പോലീസ് കണ്ടെടുക്കുമ്പോ. ഇതും കണ്ടെടുക്കാനും കണ്ടറിയാനും വേണ്ടി തന്നെയാ. പക്ഷെ അത് പോലീസിനല്ല, മറ്റൊരാൾക്കാ. അപ്പാ, ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൻ വഴിയേ അറിയും. എന്താ നീ കാണണമെന്ന് പറഞ്ഞത്? എന്താ നിന്റെ പരിപാടി? ചെറിയൊരു ആൾമാറാട്ടം. എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ഇവിടെയുണ്ട്. അങ്ങ് കേരളത്തിൽ എവിടെന്നോ വന്ന് കൂടിയിരിക്കുന്നവനെ. നീ അവനായിട്ടൊന്ന് അഭിനയിക്കണം, അത്രേ ഉള്ളൂ. ആദ്യം നീ ഈ ഷർട്ട് ഊരിയിട്ട് ഈ ഷർട്ട് ഇടണം. നിന്നെ മുൻനിർത്തി ആ സന്ദീപിനിട്ടൊരു പണി. നാളെ കൊടുക്കാനായിട്ട് അക്ഷരകാരത്തിന്റെ ബുക്കിംഗ് വല്ലതും ഉണ്ടോ? ഇല്ല, ഞാനുണ്ടായിരുന്നപ്പോ ആരും ബുക്ക് ചെയ്തിട്ടില്ല. ഞാനില്ലാതിരുന്ന സമയത്ത് ദേവൂട്ടിയോട് ആരെങ്കിലും വന്ന് ബുക്ക് ചെയ്തോന്ന് അറിയില്ല. അവളുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ
അവൾ അക്ഷരമൊക്കെ വെട്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ആള് വരുന്നതിന് മുമ്പ് സാധനം റെഡിയായിരിക്കും. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ദേവുട്ടി നേരത്തെ പോയില്ലായിരുന്നെങ്കിലേ അവളുടെ വണ്ടി കയറി പോവായിരുന്നു. ഒരു കാര്യം ചെയ്, ഒരു ഓട്ടോ വിളിച്ചു പോക്കോ. വേണ്ടെന്നേ, അങ്ങ് നടക്കാം. നല്ല തണുപ്പുണ്ട്. തണുപ്പത്ത് കയ്യും വീശി നടന്നു ചെല്ലുമ്പോ മൊത്തത്തിലൊന്ന് ചൂടാവും. എന്നാ താൻ നേരത്തെ ഇറങ്ങിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി കുമാരേട്ടാ. സന്ദീപാണോ? അല്ല, ഇതെന്താ വഴിയാണെനിക്ക്. സന്ദീപേ, സന്ദീപ്. സന്ദീപേ, അതേടാ, നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. നീ സന്ദീപിനെ വിളിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ. നിനക്ക് വേണ്ടി അവൻ ഒരു ചെറു വിരൽ അനക്കില്ല. അവൻ തന്നെയാ പറഞ്ഞത് നിനക്ക് 4 തല്ല് തരാൻ. ദേവൂട്ടിക്ക് നീ വേറെ കല്യാണം നടത്തും മലടാ. അന്ന് നിന്റെ അന്ത്യമായിരിക്കും. എടാ, സന്ദീപ് അന്യനാട്ടുകാരനാണെന്ന് വെച്ച് അവനെ സഹായിക്കാൻ ഇവിടെ ആരുമില്ലെന്ന് വിചാരിച്ചോ നീ? കണ്ടല്ലോ, സന്ദീപിന് ഇവിടെ ആളുണ്ട്. എടാ, സന്ദീപ് തീരുമാനിച്ച അവൻ നിന്റെ മോളെ പുഷ്പം പോലെ കൊണ്ടുപോകും. ഞങ്ങളൊക്കെ അവന്റെ കൂടെ നിൽക്കും. ദേവൂട്ടി അവന് ഇഷ്ട. അതിനിടയിൽ നിന്നുള്ള നിന്റെ ഈ കളിയുണ്ടല്ലോ, നിർത്തിക്കോ. അതിനി ഉണ്ടാവരുത്. ഓർമ്മ വെച്ചോ. സക്സസ്. അടി കൊടുത്തതല്ല, നീ സന്ദീപാണെന്ന് അയാൾ വിശ്വസിച്ചു. അവിടെയാണ് വിജയം. ഇനി അവര് തമ്മിൽ ആയിക്കോളും. അച്ഛനെ തല്ലിച്ചത് സന്ദീപാണെന്ന് അറിഞ്ഞ ദേവുട്ടി ചേച്ചി അതൊരിക്കലും പൊറുക്കില്ല. ചേച്ചി പിന്നെ അവനെ അടുപ്പിക്കില്ല. എന്നെയും ദേവുട്ടി ചേച്ചിയും തമ്മിൽ തെറ്റിച്ച അവന് ഇതിലും നല്ലൊരു പണി വേറെ ഇല്ലടാ. സമാധാനമായി.